അപ്പൊ സിറ്റി ഇന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യും, നാളെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ബ്രൈറ്റനെതിരെ 4-0 ഒരു കിടിലം വിക്ടറിയാണ് മാൻ സിറ്റി സ്വന്തമാക്കിയത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റോബർട്ടോ ഡിസേർബിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജർ തന്നെയാണ്. ഇപ്പോൾ ബ്രൈറ്റന്റെ പെർഫോമൻസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പെപ്പിനെതിരെ കളിക്കുമ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബാക്ക് ഫയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ന് നമ്മളത് കണ്ടു എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ ഗോളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബ്രോയിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് മൂവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പുള്ളി കാലുകൊണ്ടുള്ള ഗോൾ സ്കോർ ചെയ്ത് മതിയായി. ഇന്നൊരു വെറൈറ്റിക്ക് ഹെഡറിലൂടെ സ്കോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ 17ാമത്തെ മിനിറ്റിൽ 1-0 ലീഡ് മാൻ സിറ്റിക്ക് നേടിക്കൊടുത്തു. ആ സമയത്താണ് ബ്രൈറ്റന്റെ ഗോൾ കീപ്പർ ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് എന്ന രീതിയിൽ ഒരു ഷോർട്ട് സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു അറ്റാക്കിംഗ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ അത് ബാക്ക് ഫയർ ആയി. ഇപ്പൊ ഡിഫൻസിലേക്ക് ഹൈ പ്രസ്സുകൾ വന്നതോടെ നല്ല രീതിയിൽ തന്നെ മിസ്റ്റേക്കുകൾ വരാൻ തുടങ്ങി. ഈ മിസ്റ്റേക്കുകൾ വളരെ കൃത്യമായിട്ട് മുതലാക്കാൻ സിറ്റിക്ക് സാധിച്ചു. ഫോർഡന്റെ 2 കിടിലം ഗോളുകൾ അതിനുശേഷം വരുന്നു. അങ്ങനെ 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 3-0 ലീഡിലേക്ക് മാൻ സിറ്റി വരികയാണ്. ഇതോടെ ബ്രൈറ്റൺ വളരെ താഴോട്ട് പോയി. പിന്നീട് കളിയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇന്നത്തെ സ്റ്റാറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14 കിടിലൻ ചാൻസുകൾ സിറ്റി ക്രിയേറ്റ് ചെയ്തു. 6ഓളം ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. 3 കിടിലം ഓപ്പർച്യൂണിറ്റികൾ ഫസ്റ്റ് ഹാഫിൽ കൺവേർട്ട് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ആൽവരസിന്റെ ഒരു ഗോൾ കൂടി വന്നതോടെ 4-0 ലീഡിലേക്കാണ് സിറ്റി പോയത്. എന്നാൽ 7 ചാൻസുകൾ മാത്രമേ ബ്രൈറ്റണിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഇതിൽ 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. സെക്കൻഡ് ഹാഫിലെ 1-2 ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ബ്രൈറ്റന്റെ ജാവോ പെഡ്രോ വളരെ കൃത്യമായിട്ട് ഒരു സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബോക്സിലേക്ക് വന്നൊരു പന്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ ഗ്ലാഡിയോൾ ജാവോ പെഡ്രോയുടെ ഒപ്പത്തിനെത്തി. അപ്പൊ സൈഡിൽ നോക്കുമ്പോൾ ഗ്ലാഡിയോൾ പുള്ളിയുടെ കാലിൽ ചെറുതായിട്ട് ടച്ച് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു പെനൽറ്റി ആയിരുന്നു എന്നാണ്. ഒരു സോഫ്റ്റ് പെനൽറ്റി ആയിരുന്നു. എന്നാൽ ഓൺഫീൽഡ് റെഫറി അനുവദിച്ചില്ല. വാർ ചെക്ക് ചെയ്തു. വാറും പെനൽറ്റി അല്ല എന്നാണ് വിധിച്ചത്. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ബ്രൈറ്റന്റെ കയ്യിൽ നിന്ന് പോയി. അതുകൂടാതെ മറ്റൊരു കിടിലൻ കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് ജാവോ പെഡ്രോക്ക് കിട്ടിയിരുന്നു. പുള്ളിക്ക് അതും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റന്റെ ഓഫൻസീവ് മൂവ് ലിമിറ്റഡ് ആയിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആണ് ഗ്ലാഡിയോന്റെ സൈഡിൽ നിന്നും അകാഞ്ചിയുടെ സൈഡിൽ നിന്നൊക്കെ നമ്മളിന്ന് കണ്ടത്. കാൾ വാക്കറും റൈറ്റ് വിങ്ങിലൂടെ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പെർഫോമൻസോടെ സിറ്റി ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആർസണൽ 5 ഗോളിന്റെ ഒരു ലീഡിലേക്ക് വന്നപ്പോൾ ഇവിടെ സിറ്റി 4 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ആ ലീഡ് കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിൽ നിന്നാണ്. അപ്പൊ എന്തായാലും ഗോൾ ഡിഫറൻസ് വരികയാണെങ്കിൽ ഈ 2 പേരും തുല്യ ശക്തികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.